ഓം ശാന്തി. 28/10/25 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് സംഗമത്തിൽ സേവനം ചെയ്ത് മഹിമായോഗ്യരാകണം. പിന്നെ ഭാവിയിൽ പുരുഷോത്തമം ആകുന്നതിലൂടെ നിങ്ങൾ പൂജയ്ക്ക് യോഗ്യരായി മാറും. ചോദ്യം: ഏതൊരു രോഗം വേരോടെ സമാപ്തമാകുമ്പോഴാണ് ബാബയുടെ ഹൃദയത്തിൽ കയറുന്നത്? ഉത്തരം: ദേഹാഭിമാനത്തിൻ്റെ രോഗം. ഈ ദേഹാഭിമാനം കാരണം എല്ലാ വികാരങ്ങളും മഹാരോഗി ആക്കി മാറ്റിയിരിക്കുന്നു. ഈ ദേഹാഭിമാനം സമാപ്തമാകട്ടെ. അപ്പോൾ നിങ്ങൾ ബാബയുടെ ഹൃദയത്തിൽ കയറും. ഹൃദയത്തിൽ കയറണമെങ്കിൽ വിശാല ബുദ്ധിയാകൂ, ജ്ഞാനചിതയിലിരിക്കൂ, ആത്മീയ സേവനത്തിൽ മുഴുകൂ. വാണി കേൾപ്പിക്കുന്നതോടൊപ്പം ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുകയും ചെയ്യൂ. ഗീതം: ഉണരൂ സജിനിമാരെ, ഉണരൂ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ആത്മീയ പിതാവ് ഈ സാധാരണ പഴയ ശരീരത്തിലൂടെ, മുഖത്തിലൂടെ പറഞ്ഞു. ബാബ പറയുന്നു, എനിക്ക് പഴയ ശരീരത്തിൽ പഴയ രാജധാനിയിൽ വരേണ്ടി വന്നു. ഇപ്പോഴിത് രാവണന്റെ രാജധാനിയാണ്. ശരീരവും അന്യമാണ്. കാരണം ഈ ശരീരത്തിൽ മുമ്പേ തന്നെ ആത്മാവുണ്ട്. ഞാൻ അന്യ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. തൻ്റെതായ ശരീരമുണ്ടായിരുന്നു എങ്കിൽ അതിന് നാമം ഉണ്ടായിരുന്നേനെ. എൻ്റെ നാമം മാറുന്നില്ല. എന്നിരിക്കലും എന്നെ പറയുന്നത് ശിവ് ബാബ എന്നാണ്. ഗീതം കുട്ടികൾ ദിവസവും കേൾക്കുന്നു. നവയുഗം, അതായത് പുതിയ ലോകമാകുന്ന സത്യയുഗം വന്നു. ഇപ്പോൾ ഉണരൂ എന്ന് ആരോടാണ് പറയുന്നത്? ആത്മാക്കളോട്. കാരണം ആത്മാക്കൾ ഘോര അന്ധകാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നു. യാതൊരു അറിവുമില്ല. ബാബയെ തന്നെ അറിയുന്നില്ല. ഇപ്പോൾ ബാബ ഉണർത്തുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയെ അറിയുന്നു. ആ ഒന്നിലൂടെ പരിധിയില്ലാത്ത സുഖം ലഭിക്കേണ്ടതുണ്ട്. പുതിയ യുഗത്തിൽ സത്യയുഗത്തെ പുതിയത് എന്ന് പറയുന്നു. കലിയുഗത്തെ പഴയ യുഗം എന്ന് പറയും. വിദ്വാനും പണ്ഡിതനുമൊന്നും അറിയുന്നില്ല. ആരോടും ചോദിച്ചു നോക്കൂ, പുതിയ യുഗം പിന്നെ എങ്ങനെയാണ് പഴയതാകുന്നത് എന്ന്. എങ്കിൽ ആർക്കും പറഞ്ഞു തരുവാൻ സാധിക്കില്ല. പറയും, ഇത് 1,00,000 വർഷങ്ങളുടെ കാര്യമാണ് എന്ന്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പുതിയ യുഗത്തിൽ നിന്നും പഴയ യുഗത്തിലേക്ക് എങ്ങനെ വന്നു. അതായത് സ്വർഗവാസിയിൽ നിന്നും എങ്ങനെ നരകവാസിയായി എന്ന്. മനുഷ്യർ ഒന്നും അറിയുന്നില്ല. ആരുടെ പൂജ ചെയ്യുന്നുവോ അവരുടെ ബയോഗ്രഫിയും അറിയുന്നില്ല. ജഗദംബയെ ഏതുപോലെ പൂജിക്കുന്നു. ഇപ്പോൾ ആ അമ്പ ആരാണ് അറിയുന്നില്ല. അമ്പ എന്ന വാസ്തവത്തിൽ മാതാക്കളെയാണ് പറയുന്നത്. എന്നാൽ പൂജ ഒന്നിൻ്റെതാണല്ലോ ഉണ്ടാകേണ്ടത്. ശിവ് ബാബയുടേതും ഒരേ ഒരു അവ്യഭിചാരി സ്മാരകമാണ്. അമ്പയും ഒന്നാണ്. എന്നാൽ ജഗദംബയെ അറിയുന്നില്ല. ഇതാണ് ജഗദംബ. ലക്ഷ്മി ജഗത്തിന്റെ മഹാറാണിയാണ്. നിങ്ങൾക്കറിയാം ജഗദംബ ആരാണ്, ജഗത്തിന്റെ മഹാറാണി ആരാണ് എന്ന്. ഈ കാര്യങ്ങൾ ഒരിക്കലും ആർക്കും അറിയുവാൻ സാധിക്കില്ല. ലക്ഷ്മിയെ ദേവി എന്നും ജഗദംബയെ ബ്രാഹ്മണി എന്നും പറയും. ബ്രാഹ്മണർ സംഗമത്തിലാണ് ഉള്ളത്. ഈ സംഗമയുഗത്തെ ആരും അറിയുന്നില്ല. പ്രജാപിത ബ്രഹ്മാവിലൂടെ പുതിയ പുരുഷോത്തമ സൃഷ്ടി രചിക്കപ്പെടുന്നു.
പുരുഷോത്തമരെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ഈ സമയം ബ്രാഹ്മണരായ നിങ്ങൾ മഹിമയ്ക്ക് യോഗ്യരാണ്. സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ പൂജയ്ക്ക് യോഗ്യരാകും. ബ്രഹ്മാവിന് ഇത്രയും കൈകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അമ്പയ്ക്കും എന്തുകൊണ്ട് നൽകുകയില്ല? എല്ലാവരും ആ ഒന്നിൻ്റെയും കുട്ടികളാണല്ലോ. മാതാവും പിതാവും തന്നെയാണ് പ്രജാപിതാവാകുന്നത്. കുട്ടികളെ പ്രജാപിത എന്ന് പറയില്ല. ലക്ഷ്മി നാരായണനെ ഒരിക്കലും സത്യയുഗത്തിൽ ജഗത് പിത, ജഗത് മാത എന്ന് പറയില്ല. ജഗത് പിത എന്ന നാമം പ്രസിദ്ധമാണ്. ജഗത് പിതാവും ജഗത് മാതാവും ഒന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് അവരുടെ കുട്ടികളാണ്. അജ്മീറിൽ പ്രജാപിത ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ പറയും ബാബ എന്ന്. കാരണം പ്രജാപിതാവ് തന്നെയാണ്. പരിധിയുള്ള പിതാക്കന്മാർ കുട്ടികളെ ജനിപ്പിക്കുന്നു. അപ്പോൾ അത് പരിധിയുള്ള പ്രജാപിതാവായി. ഇത് പരിധിയില്ലാത്തതാണ്. ശിവബാബയാണെങ്കിൽ സർവ ആത്മാക്കളുടെയും പരിധിയില്ലാത്ത പിതാവാണ്. ഈ കോൺട്രാസ്റ്റും കുട്ടികളായി നിങ്ങൾ എഴുതണം. ജഗദംബ സരസ്വതി ഒന്നേ ഉള്ളൂ. എത്ര നാമമാണ് വച്ചിരിക്കുന്നത്? ദുർഗ, കാളി തുടങ്ങിയവ. നിങ്ങൾ എല്ലാവരും അംബയുടെയും ബാബയുടെയും കുട്ടികളാണ്. ഇത് രചനയാണല്ലോ. പ്രജാപിത ബ്രഹ്മാവിന്റെ പുത്രിയാണ് സരസ്വതി. സരസ്വതിയെ അംബ എന്ന് പറയുന്നു. ബാക്കിയെല്ലാം പുത്രന്മാരും പുത്രിമാരുമാണ്. എല്ലാവരും അഡോപ്റ്റഡ് ആണ്. ഇത്രയും കുട്ടികളെല്ലാം എവിടെ നിന്ന് വരുവാൻ കഴിയും? ഇവരെല്ലാവരും മുഖവംശാവലിയാണ്. മുഖത്തിലൂടെ സ്ത്രീയെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ രചയിതാവായി. പറയുന്നു ഇത് എന്റേതാണ്. ഞാൻ ഈ ഒന്നിലൂടെ കുട്ടികളെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം അഡോപ്ഷനാണ്. ഇത് പിന്നെ ഈശ്വരീയമാണ്. മുഖത്തിലൂടെയുള്ള രചന. ആത്മാക്കളാണെങ്കിൽ ഉള്ളത് തന്നെയാണ്. അതിനെ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ബാബ പറയുന്നു നിങ്ങൾ ആത്മാക്കൾ സദാ എൻ്റെ കുട്ടികളാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വന്ന് പ്രജാപിത ബ്രഹ്മാവിലൂടെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. കുട്ടികളെ, അതായത് ആത്മാക്കളെ അല്ല അഡോപ്റ്റ് ചെയ്യുന്നത്, പുത്രന്മാരെയും പുത്രിമാരെയും അഡോപ്റ്റ് ചെയ്യുന്നു. ഇതും വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനാകുന്നു. എങ്ങനെയായി എന്നത് നമുക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇവർ വിശ്വത്തിന്റെ അധികാരിയാകുവാനായി ഇങ്ങനെയുള്ള എന്ത് കർമ്മമാണ് ചെയ്തത്? നിങ്ങൾക്ക് എക്സിബിഷനിലും മറ്റും ചോദിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം ഇവർ എങ്ങനെയാണ് ഈ സ്വർഗത്തിന്റെ രാജധാനി നേടിയത് എന്ന്. നിങ്ങളിലും യഥാർത്ഥ രീതിയിൽ ഓരോരുത്തർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. ആരിലാണോ ദൈവിക ഗുണങ്ങളുള്ളത്, ഈ ആത്മീയ സേവനത്തിൽ മുഴുകിയിരിക്കുന്നത്, അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ബാക്കി മായയുടെ രോഗത്തിൽ കുടുങ്ങിയിരിക്കുന്നു. അനേകം പ്രകാരത്തിലുള്ള രോഗമുണ്ട്. ദേഹാഭിമാനത്തിന്റെയും രോഗമുണ്ട്. ഈ വികാരങ്ങൾ തന്നെയാണ് നിങ്ങളെ രോഗിയാക്കി മാറ്റിയത്. ബാബ പറയുന്നു ഞാൻ നിങ്ങളെ പവിത്ര ദേവതയാക്കി മാറ്റുന്നു. നിങ്ങൾ സർവഗുണസമ്പന്നവും പവിത്രവുമായിരുന്നു. ഇപ്പോൾ പതീതമായിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബ ഇങ്ങനെ പറയും, ഇതിൽ നിന്ദയുടെ കാര്യമില്ല. ഇത് മനസ്സിലാക്കിച്ചു തരുന്നതിന്റെ കാര്യമാണ്. ഭാരതവാസികളോട് പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഞാൻ ഇവിടെ ഭാരതത്തിലാണ് വരുന്നത്. ഭാരതത്തിന്റെ മഹിമ അപരം അപാരമാണ്. ഇവിടെ വന്ന് നരകത്തെ സ്വർഗമാക്കി മാറ്റുന്നു. സർവർക്കും ശാന്തി നൽകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയുടെയും മഹിമ അപരം അപാരമാണ്. അതിരുകളില്ല. ജഗദംബയെയും ജഗദംബയുടെ മഹിമയും ആരും അറിയുന്നില്ല. ഇതിൻ്റെയും കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും.
ഇത് ജഗദംബയുടെ ബയോഗ്രഫിയാണ്. ഇത് ലക്ഷ്മിയുടെ ബയോഗ്രഫിയാണ്. അതേ ജഗദംബ പിന്നീട് ലക്ഷ്മിയാകുന്നു. പിന്നെ ലക്ഷ്മി തന്നെ 84 ജന്മങ്ങൾക്കു ശേഷം ജഗദംബയാകും. ചിത്രവും പ്രത്യേകം പ്രത്യേകം വെക്കേണ്ടതാണ്. ലക്ഷ്മിക്ക് കലശം ലഭിച്ചതായി കാണിച്ചിരിക്കുന്നു. പക്ഷേ ലക്ഷ്മി സംഗമത്തിൽ എവിടെ നിന്നും വന്നു? ലക്ഷ്മിയാണെങ്കിൽ സത്യയുഗത്തിലാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ചിത്രം ഉണ്ടാക്കുന്നതിന് ആരാണോ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവർ വിചാരസാഗര മഥനം ചെയ്യണം. അപ്പോൾ പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് സഹജമാകും. ഇത്രയും വിശാല ബുദ്ധി ആവശ്യമാണ്. അപ്പോഴാണ് ഹൃദയത്തിൽ കയറുന്നത്. എപ്പോൾ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുമോ, ജ്ഞാനചിന്തയിലിരിക്കുമോ, അപ്പോൾ ഹൃദയത്തിൽ കയറും. ആരാണോ വളരെ നല്ല രീതിയിൽ വാണി കേൾപ്പിക്കുന്നത് അവർ ഹൃദയത്തിൽ കയറുന്നു എന്നല്ല, അങ്ങനെയല്ല. ബാബു പറയുന്നു, ഹൃദയത്തിൽ അന്തിമത്തിലായിരിക്കും കയറുന്നത്. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് എപ്പോഴാണോ ദേഹാഭിമാനം ഇല്ലാതാകുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മത്തിൽ ലയിക്കുവാനായി പ്രയത്നിക്കുന്നു. പക്ഷേ അങ്ങനെ ആരും ലയിക്കുക സാധ്യമല്ല. ബാക്കി പ്രയത്നിക്കുന്നു, ഉത്തമ പദവി നേടുന്നു. ഈ വിധം മഹാത്മാവാകുന്നു. അതിലൂടെ അവരെ പ്ലാറ്റിനം കൊണ്ട് തുലാഭാരം നടത്തുന്നു. കാരണം ബ്രഹ്മത്തിൽ ലയിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യുന്നുവല്ലോ. പിന്നെ പ്രയത്നത്തിന്റെ ഫലം ലഭിക്കുന്നു. ബാക്കി മുക്തി, ജീവൻ മുക്തി ലഭിക്കുക സാധ്യമല്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ പഴയ ലോകം ഇതാ പോയി കഴിഞ്ഞു. ഇത്രയും ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. സൂക്ഷിക്കുന്നതിന് വേണ്ടിയല്ല ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയാം, പഴയ ലോകത്തിന്റെ വിനാശത്തിന് വേണ്ടി ഈ ബോംബുകൾ ഉപയോഗപ്പെടും. അനേകം പ്രകാരത്തിലുള്ള ബോംബുകളുണ്ട്. ബാബ ജ്ഞാനവും യോഗവും പഠിപ്പിക്കുന്നു. പിന്നെ രാജരാജേശ്വരിയും ഡബിൾ കിരീടധാരിയുമായ ദേവി ദേവതയാകും. ഏതാണ് ഉയർന്ന പദവി? ബ്രാഹ്മണരാകുന്ന കുടുമി മുകളിലാണ്. കുടുമി ഏറ്റവും മുകളിലാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കാൻ ബാബ വന്നിരിക്കുന്നു. പിന്നെ നിങ്ങളും പതീത പാവനിയാകുന്നു. ഈ ലഹരിയുണ്ടോ? നമ്മൾ സർവരെയും പാവനമാക്കി രാജരാജേശ്വരി ആക്കിക്കൊണ്ടിരിക്കുന്നു. ലഹരി ഉണ്ടെങ്കിൽ വളരെയധികം സന്തോഷവും ഉണ്ടായിരിക്കും. തൻ്റെ മനസ്സിനോട് ചോദിക്കൂ, നമ്മൾ എത്ര പേരെ തനിക്ക് സമാനമാക്കുന്നുണ്ട്? പ്രജാപിത ബ്രഹ്മാവും ജഗദംബയും രണ്ടുപേരും ഒരുപോലെയാണ്. ബ്രാഹ്മണരുടെ രചന രചിക്കുന്നു. ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ ആകുവാനുള്ള യുക്തി ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇത് ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ഇത് ഗീതയുടെ യുഗവുമാണ്. മഹാഭാരത യുദ്ധവും തീർച്ചയായും നടന്നിട്ടുണ്ടായിരുന്നു. രാജയോഗം പഠിപ്പിച്ചത് ഒരാളെ ആയിരിക്കുമോ? മനുഷ്യരുടെ ബുദ്ധിയിൽ പിന്നെ അർജുനനും കൃഷ്ണനും മാത്രമാണുള്ളത്. ഇവിടെയാണെങ്കിൽ അനേകം പേർ പഠിക്കുന്നു. ഇരിക്കുന്നതും നോക്കൂ, എത്ര സാധാരണമാണ്. ചെറിയ കുട്ടികൾ അൽഫും ബേയും പഠിക്കുന്നുവല്ലോ. നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളെയും അൽഫും ബേയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അൽഫും ബേയും, ഇതാണ് സമ്പത്ത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകും. യാതൊരു ആസുരീയ കാര്യവും ചെയ്യരുത്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. നോക്കണം, നമ്മളിൽ ഏതെങ്കിലും അവഗുണമില്ലല്ലോ. നിർഗുണനായ എന്നിൽ യാതൊരു ഗുണവുമില്ല. ഇപ്പോൾ നിർഗുണ ആശ്രമവുമുണ്ട്. പക്ഷെ അർത്ഥമൊന്നും അറിയുന്നില്ല. നിർഗുണം എന്നാൽ എന്നിൽ ഒരു ഗുണവുമില്ല എന്നാണ്. ഇപ്പോൾ ഗുണവാൻ ആക്കുക, അത് ബാബയുടെ തന്നെ ജോലിയാണ്. ബാബയുടെ ടൈറ്റിലിന്റെ തൊപ്പി തൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ബാബ എത്ര കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു.
ഡയറക്ഷനും നൽകുന്നു. ജഗദംബയുടെയും ലക്ഷ്മിയുടെയും കോൺട്രാസ്റ്റ് തയ്യാറാക്കൂ. ബ്രഹ്മ സരസ്വതി സംഗമത്തിലേതും ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിലേതുമാണ്. ഈ ചിത്രം മനസ്സിലാക്കിച്ചു കൊടുക്കുവാനുള്ളതാണ്. സരസ്വതി ബ്രഹ്മാവിൻ്റെ പുത്രിയാണ്. പഠിക്കുന്നത് മനുഷ്യനിൽ നിന്നും ദേവതയാകുവാനാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണനാണ്. സത്യയുഗത്തിലെ ദേവതമാരും മനുഷ്യർ തന്നെയാണ്. പക്ഷേ അവരെ ദേവത എന്ന് പറയുന്നു. മനുഷ്യൻ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഇൻസൾട്ട് ഉണ്ടാകുന്നത് പോലെയാണ്. അതിനാൽ ദേവി ദേവത അഥവാ ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നു. അഥവാ രാജാവിനെ റാണിയെ ഭഗവാൻ ഭഗവതി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പ്രജയെയും പറയേണ്ടി വരും. അതിനാൽ ദേവി ദേവത എന്ന് പറയുന്നു. ത്രിമൂർത്തിയുടെ ചിത്രവുമുണ്ട്. സത്യയുഗത്തിൽ ഇത്രയും കുറച്ചു മനുഷ്യരാണ്. കലിയുഗത്തിൽ ഇത്രയും ധാരാളം മനുഷ്യരുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കും? ഇതിനു വേണ്ടി പിന്നെ ഗോളവും തീർച്ചയായും ആവശ്യമാണ്. എക്സിബിഷനിലും ഇത്രയും പേരെ എല്ലാം വിളിക്കുന്നുണ്ട്. കസ്റ്റംസിനും കളക്ടറിനും ഒരിക്കലും ആരും ക്ഷണം നൽകിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കേണ്ടി വരും. ഇതിൽ വലിയ വിശാല ബുദ്ധി ആവശ്യമാണ്. ബാബയോടും റിഗാർഡ് വെക്കേണ്ടതാണ്. ഹുസൈൻ്റെ കുതിരയെ എത്ര അലങ്കരിക്കുന്നു! പട്ട എത്ര ചെറുതാണ്, കുതിര എത്ര വലുതാണ്! ആത്മാവും എത്ര ചെറിയ ബിന്ദുവാണ്, അതിൻ്റെ അലങ്കാരം എത്ര വലുതാണ്! ഇത് അകാലമൂർത്തിയുടെ സിംഹാസനമാണല്ലോ. സർവവ്യാപിയുടെ കാര്യവും ഗീതയിൽ നിന്നും എടുത്തിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളെ രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നെ എങ്ങനെ സർവവ്യാപിയാകും? അച്ഛനും ടീച്ചറും ഗുരുവും എങ്ങനെ സർവവ്യാപിയാകും? ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ അച്ഛനാണ്, പിന്നെ ജ്ഞാനസാഗരമാണ്. നിങ്ങൾക്ക് പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കിച്ചു തരുന്നതിലൂടെ പരിധിയില്ലാത്ത രാജ്യം ലഭിക്കും. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യേണ്ടതാണ്. മായ പൂർണ്ണമായും മൂക്കിന് പിടികൊടുമോ? പെരുമാറ്റം മോശമാകുന്നു. പിന്നെ എഴുതുന്നു, ഇങ്ങനെയെല്ലാം തെറ്റുകൾ ഉണ്ടായിപ്പോയി. നമ്മൾ മുഖം കറുപ്പിച്ചു. ഇവിടെയാണെങ്കിൽ പവിത്രതയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അഥവാ ആരെങ്കിലും വീഴുകയാണെങ്കിലും അതിൽ ബാബയ്ക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും? വീട്ടിൽ ഏതെങ്കിലും കുട്ടി മോശമായി പോകുന്നു, മുഖം കറുപ്പിക്കുന്നു എങ്കിൽ പിതാവ് പറയുന്നു, നീ മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. പരിധിയില്ലാത്ത പിതാവ് ഡ്രാമയെ അറിയുന്നുണ്ട് എങ്കിലും പറയുമല്ലോ. നിങ്ങൾ മറ്റുള്ളവർക്ക് ശിക്ഷണം നൽകിയ ശേഷം സ്വയം വീഴുന്നുവെങ്കിൽ 1000 മടങ്ങ് പാപം കയറുന്നു എന്ന്. മായ അടിച്ചു എന്ന് പറയും. മായ ഈ വിധം മുഷ്ടി ചുരുട്ടി അടിക്കുന്നു. അത് പൂർണ്ണമായും ബുദ്ധിയെ തന്നെ നഷ്ടമാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കണ്ണുകൾ വളരെയധികം ചതിക്കുന്നവയാണ്. ഒരിക്കലും ഏതെങ്കിലും വികർമ്മം ചെയ്യരുത്. കൊടുങ്കാറ്റാണെങ്കിൽ ധാരാളം വരും. കാരണം യുദ്ധമൈതാനത്തിലാണല്ലോ. എന്ത് സംഭവിക്കും എന്ന് അറിയാൻ പോലും കഴിയുന്നില്ല. മായ ഒറ്റയടിക്ക് അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എത്ര വിവേകശാലിയാകുന്നു! ആത്മാവ് തന്നെയാണ് വിവേകശാലിയാകുന്നത്. ആത്മാവ് തന്നെ അവിവേകിയായിരുന്നു. ഇപ്പോൾ ബാബ വിവേകിയാക്കി മാറ്റുന്നു. വളരെയധികം ദേഹാഭിമാനത്തിലാണ്. നമ്മൾ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ നമ്മൾ ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ആത്മാക്കൾ ഈ കാതുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, വികാരത്തിൻ്റെ ഒരു കാര്യങ്ങളും ഈ കാതുകളിലൂടെ കേൾക്കരുത്. ബാബ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ലക്ഷ്യം വളരെ വലുതാണ്. മൃത്യു സമീപം വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭയം തോന്നും.
മനുഷ്യരോട് മരിക്കുന്ന സമയത്തും ബന്ധുമിത്രാദികൾ പറയുന്നില്ലേ, ഭഗവാനെ ഓർമ്മിക്കൂ, അല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും ഗുരുവിനെയോ മറ്റോ ഓർമ്മിക്കൂ എന്ന്. ദേഹധാരിയെ ഓർമ്മിക്കുവാൻ പഠിപ്പിക്കുന്നു. ബാബയാണെങ്കിൽ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇതാണെങ്കിൽ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമാണുള്ളത്. ബാബ ആജ്ഞാപിക്കുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, ദേഹധാരികളെ ഓർമ്മിക്കുവാൻ പാടില്ല. മാതാപിതാക്കളും ദേഹധാരികളാണല്ലോ. ഞാനാണെങ്കിൽ വിചിത്രമാണ്, വിദേഹിയാണ്. ഇതിലിരുന്ന് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. നിങ്ങളിപ്പോൾ ജ്ഞാനവും യോഗവും പഠിക്കുന്നു. നിങ്ങൾ പറയുന്നു, ജ്ഞാനസാഗരമായ ബാബയിലൂടെ നമ്മൾ ജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാജരാജേശ്വരി ആകുന്നതിനു വേണ്ടി ജ്ഞാനസാഗരം ജ്ഞാനം തന്നെയാണ് പഠിപ്പിക്കുന്നത്, രാജയോഗവും പഠിപ്പിക്കുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വിവേകശാലിയായി മായയുടെ കൊടുങ്കാറ്റുകളോട് ഒരിക്കലും തോറ്റുപോകരുത്. കണ്ണുകൾ ചതിക്കുന്നു, അതിനാൽ സ്വയം സൂക്ഷിക്കണം. യാതൊരു വികാരി കാര്യങ്ങളും ഈ കാതുകളിലൂടെ കേൾക്കരുത്. തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ എത്ര പേരെ തനിക്ക് സമ്മാനം ആക്കുന്നുണ്ട്. മാസ്റ്റർ പതീത പാവനിയായി എല്ലാവരെയും പാവനം, അതായത് രാജരാജേശ്വർ ആക്കുന്നതിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ. ദൈവിക ഗുണങ്ങൾ എവിടം വരെ ധാരണ ചെയ്തു? വരദാനം: ഓരോ സങ്കല്പത്തെയും കർമ്മത്തെയും ശ്രേഷ്ഠവും സഫലവും ആക്കുന്ന ജ്ഞാനസ്വരൂപവും വിവേകശാലിയുമായി ഭവിക്കട്ടെ. ആരാണോ ജ്ഞാനസ്വരൂപവും വിവേകശാലിയുമായി ഏതൊരു സങ്കല്പവും കർമ്മവും ചെയ്യുന്നത്, അവർ സഫലതാമൂർത്തി ആകുന്നു. ഇതിൻ്റെ സ്മാരകമായി ഭക്തിമാർഗത്തിൽ കാര്യം ആരംഭിക്കുന്ന സമയത്ത് സ്വസ്തിക കാണിക്കുന്നു, അഥവാ ഗണപതിയെ നമിക്കുന്നു. ഈ സ്വസ്തിക സ്വസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെയും ഗണപതി നോളജ്ഫുൾ സ്ഥിതിയുടെയും സൂചകമാണ്. കുട്ടികളായി നിങ്ങൾ എപ്പോഴാണോ സ്വയം നോളജ്ഫുള്ളായി ഓരോ സങ്കല്പവും കർമ്മവും ചെയ്യുന്നത്, അപ്പോൾ സഹജമായി സഫലതയുടെ അനുഭവം ഉണ്ടാകുന്നു. സ്ലോഗൻ: ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയാണ് സന്തോഷം. അതിനാൽ സന്തോഷത്തിൻ്റെ ദാനം ചെയ്തുകൊണ്ടിരിക്കൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഏതെങ്കിലും സയൻസിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ലൈറ്റ് ഉണ്ടോ അതോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അതേപോലെ എപ്പോഴാണോ യോഗത്തിൻ്റെ ശക്തികളുടെ ഗുണങ്ങളുടെ പ്രയോഗം ചെയ്യുന്നത്, അപ്പോൾ ആദ്യം ഇത് ചെക്ക് ചെയ്യൂ. മൂല ആധാരമായ ആത്മീയ ശക്തിയും പരമാത്മാ ശക്തിയും ലൈറ്റ് അഥവാ ഭാരരഹിത സ്ഥിതിയും ഉണ്ടോ? അഥവാ സ്ഥിതിയും സ്വരൂപവും ഡബിൾ ലൈറ്റ് ആണെങ്കിൽ പ്രയോഗത്തിൻ്റെ സഫലത വളരെ സഹജമായി നേടാൻ സാധിക്കും. ഓം ശാന്തി. മനസാ സേവനത്തിൻ്റെ അഭ്യാസം. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാൻ ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ
മനസ്സാ ശക്തിയിലൂടെ സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്ഠയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്. ഈ ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻ സമാപ്തമാകട്ടെ. ഈ ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.